ദ ഷർഡ് എന്ന കഥയിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത അടരുകളിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ. ധനികയായ ഷെസിയ മതാചാരങ്ങൾ അത്രയൊന്നും കർശനമായി പാലിക്കാത്തവളാണ്. ഒരു ദിവസം രാവിലെ അവളുടെ വേലക്കാരിയായിരുന്ന യസീൻ ബൂവായുടെ മകൻ വന്ന് യസീൻ മരിച്ചുപോയ വിവരം അവരെ അറിയിക്കുന്നു. ഷെസിയ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാമെന്നേറ്റ കഫാൻ, മൃതദേഹം മൂടാൻ ഉപയോഗിക്കുന്ന വസ്ത്രം വാങ്ങാൻ കൂടി വന്നതായിരുന്നു അവൻ. ആത്മാവിടിഞ്ഞ തൻ്റെ ശരീരം സംസം ജലത്തിൽ മുക്കിയ ആ കഫാൻ കൊണ്ട് പൊതിഞ്ഞ് ഖബറടക്കുക എന്നതായിരുന്നു യസീൻ്റെ അന്ത്യാഭിലാഷം. ഇത് കേട്ട് ഷെസിയ സ്തബ്ധയായി. അങ്ങനെ ഒരു വാഗ്ദാനം യസീൻ ബൂവായ്ക്ക് നൽകിയിരുന്നു അവൾ. ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോകുന്നതിന് മുൻപ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി അവളും ഭർത്താവും ചേർന്ന് വലിയൊരു വിരുന്ന് നൽകിയിരുന്നു. അന്ന് അവിടുത്തെ എച്ചിൽ പാത്രങ്ങൾ മുഴുവൻ കഴുകിയത് യസീൻ ബൂവായായിരുന്നു. രാത്രി ഏറെ വൈകി. തിരക്കിടുങ്ങുവോളം അവൾ കാത്തുനിന്നു. ഷെസിയ ഒറ്റക്കായപ്പോൾ യസീൻ ബൂവ അവളെ സമീപിച്ചു. പാത്രം കഴുകിയതിന് ഷെസിയ നൽകിയ കൂലി അവൾ സ്വീകരിച്ചില്ല. പകരം 6000 രൂപ ഷെസിയയ്ക്ക് നൽകി. അത്യധ്വാനം ചെയ്ത് ഓരോ ചില്ലിക്കാശായി മിച്ചം പിടിച്ച ആ തുക കൊണ്ട് അവൾക്ക് ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: വിശുദ്ധ ജലത്തിൽ മുക്കിയ ഒരു ശവക്കച്ച. അതുകൊണ്ട് മൂടി വേണം അവൾക്ക് അന്ത്യയാത്ര ചെയ്യാൻ. അവജ്ഞയോട് ഒരുതരം മറുപ്പോടും കൂടിയാണ് ഷെസിയ ആ പണം കയ്യിൽ വാങ്ങിയത്. പുസ്തകത്തിൽ എഴുതിയതിങ്ങനെ: പാവങ്ങളുടെ കീശയിൽ നിന്ന് വരുന്ന പണം അവരെപ്പോലെ തന്നെ തകർന്നതും ചിതറിയതും ചുരുട്ടിക്കൂട്ടിയതും ചുളി വീണതുമായിരിക്കും. രൂപത്തിലും സത്യത്തിലും അത് ചുരുങ്ങിപ്പോയിട്ടുണ്ടാവും. അവൾ ആ പണം കുളിമുറിയിലെ അഴുക്ക് വെള്ളത്തൊട്ടിയിലിട്ടു കൈകൾ അണുനാശിനി ഉപയോഗിച്ച് കഴുകുകയും ചെയ്തു. എങ്കിലും യസീൻ ബൂവായുടെ ആഗ്രഹം നിറവേറ്റണമെന്ന് തന്നെ അവൾ വിചാരിച്ചു. എന്നാൽ ഹജ്ജിനിടയിലും ശേഷം വിലയേറിയ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ അവൾ ശവക്കച്ചയുടെ കാര്യം മനഃപൂർവ്വം മറന്നു. ഒരിക്കൽ അത്തരമൊരെണ്ണം അവൾ കയ്യിലെടുത്തതാണ്. എന്നാൽ അതിൻ്റെ ഭാരക്കൂടുതൽ അവളെ മടുപ്പിച്ചു. പകരം വിലയേറിയതും ഭംഗിയുള്ളതുമായൊരു തുർക്കി പരവതാനി വാങ്ങി. മാതൃഭൂമി